കോൺഗ്രസിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം നല്ലൊരു KPCC പ്രസിഡന്റ് ഇല്ലാത്തത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആരാകും അടുത്ത KPCC പ്രസിഡന്റ് എന്ന ചോദ്യവും ഉയർന്നിരിക്കുകയാണ്. നിലവിലെ അധ്യക്ഷൻ മന്ത്രിസഭയിലേക്ക് മാറുന്നതോടെ ഒഴിവുവരുന്ന പദവി ലക്ഷ്യമിട്ട് നേതാക്കൾ ചർച്ചയും തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ പദവി ലക്ഷ്യമിട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP രംഗത്തെത്തിയത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി കൊടിക്കുന്നിൽ നടത്തിയ കൂടിക്കാഴ്ച ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തിനായി കൊടിക്കുന്നിൽ സുരേഷിനെ കൂടാതെ ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത്. ഇതിൽ ബെന്നി ബെഹനാനാണ് ഹൈക്കമാൻഡ് തലത്തിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പിന്തുണയ്ക്കുന്നതിൽ ബെന്നി ബെഹനാന്റെ നിലപാട് നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ ബെന്നി ബെഹനാന് അധ്യക്ഷ സ്ഥാനം ലഭിക്കാൻ അധികം പാടുപെടേണ്ടി വരില്ലെന്ന് ഉറപ്പാണ്. ഉമ്മൻചാണ്ടി വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണയും പാർലമെന്ററി രംഗത്തെ പരിചയവും ബെന്നിക്ക് തുണയാകും. കൂടാതെ മുൻ UDF കൺവീനർ എന്ന നിലയിൽ പാർട്ടിക്കുള്ളിലും ഘടകകക്ഷി നേതാക്കൾക്കിടയിലും മികച്ച ബന്ധം സൂക്ഷിക്കുന്ന അദ്ദേഹം സണ്ണി ജോസഫിന് പകരക്കാരനാകുമ്പോൾ സാമുദായിക സമവാക്യവും നിലനിർത്താനാകുമെന്നാണ് പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കാലതാമസം അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുമ്പോഴും നേതൃസ്ഥാനങ്ങൾ പങ്കിട്ടെടുക്കുന്ന തിരക്കിലാണ് മുതിർന്ന നേതാക്കൾ എന്ന് തന്നെ പറയേണ്ടി വരും. ആന്റോ ആന്റണിയുടെ പേരും ക്രിസ്ത്യൻ സമുദായ പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ ചില കോണുകൾ നിന്ന് ഉയരുന്നുണ്ട്. എന്നാൽ I ഗ്രൂപ്പും A ഗ്രൂപ്പും തമ്മിലുള്ള വീതം വെപ്പിൽ ആരെ പിന്തള്ളുമെന്നത് കണ്ടറിയണം. KPCC പ്രസിഡന്റ് സ്ഥാനം A ഗ്രൂപ്പിന് ലഭിക്കുകയാണെങ്കിൽ ബെന്നി ബെഹനാൻ തന്നെയായിരിക്കും പ്രഥമ പരിഗണനയിൽ. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ സംഘടനയെ നയിക്കാൻ ഊർജ്ജസ്വലനായ ഒരു നേതാവ് വേണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നിലപാട്. ഷാഫി പറമ്പിലിനെ അധ്യക്ഷനാക്കുന്നതിലൂടെ യുവാക്കളെ പാർട്ടിയോട് അടുപ്പിക്കാമെന്ന് ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ മുതിർന്ന നേതാക്കളെ പിണക്കി ഇത്തരമൊരു പരീക്ഷണത്തിന് ഖാർഗെ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. സാമുദായിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രി പദം നായർ വിഭാഗത്തിനോ ഈഴവ വിഭാഗത്തിനോ ലഭിക്കുകയാണെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനം ദളിത് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും തങ്ങളുടെ അവകാശവാദങ്ങൾ ശക്തമാക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ പേര് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള യുവ നേതാവ് എന്ന നിലയിലാണ് പരിഗണിക്കപ്പെടുന്നത്. അതേസമയം മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷമായിരിക്കും KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. നിലവിലെ അധ്യക്ഷ സ്ഥാനം ഒഴിയാതെ പുതിയ ഒരാളെ നിയമിക്കാൻ കഴിയില്ലെന്നിരിക്കെ സണ്ണി ജോസഫിന്റെ മന്ത്രിസഭാ പ്രവേശം ഉറപ്പായ ശേഷമേ മാറ്റങ്ങൾ ഉണ്ടാകൂ. എന്നാൽ അതിനു മുൻപേ ഹൈക്കമാൻഡിനെ കണ്ട് സ്ഥാനം ഉറപ്പിക്കാനുള്ള നേതാക്കളുടെ നെട്ടോട്ടം പാർട്ടിയിൽ വലിയ അസ്വാസ്ഥ്യമാണ് സൃഷ്ടിക്കുന്നത്.